തങ്ങൾ പറയുകയാണ്, ആരാണ് ഈ കൂട്ടർ ചോദിക്കുകയി ബഹുമാനപ്പെട്ടതാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം ഉടനെ മറുപടി നൽകുകയാണ്. ആരെന്നറിയുമോ? റസൂലേ, അല്ലദീന തതഫാഖലൂന റൂഊസുഹും അനിസ്സലാ, നമസ്കാരത്തെ ഭാരമായി കാണുന്നവരാണ്. ഈ ദുനിയാവിൽ നമസ്കാരത്തെ ഭാരമായി കണ്ടവരാണ്. ഭീമാപ്പള്ളിയുടെ ഉറൂസിനൊക്കെ വന്നു രാവിലെ നേരം വെളുക്കുന്നത് വരെ സജീവമായി നിലകൊണ്ടു. രാവിലെ സുബഹിയുടെ ബാങ്ക്, പള്ളിയുടെ മിനാരങ്ങൾ നിന്ന് ശ്രവണസുന്ദരമായ ബാങ്കുലികൾ നിന്റെ കർണപുടത്തിലെ കൊലികൾ കൊള്ളുമ്പോ 10 ദിവസം കേട്ട അത് നിന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകണം. പള്ളിയിലേക്ക് വരാൻ നിനക്ക് മനസ്സുണ്ടാകണം. മനസ്സില്ലാതെ പിന്തിരിഞ്ഞു പോകുന്ന സഹോദരനാണ് എങ്കിൽ പഠിച്ചു വെച്ചോ, വാല് നിനക്ക് ഉപയോഗപ്പെട്ടിട്ടില്ല. നാളെ നീ കബലിൽ നിന്നുകൊണ്ട് പാറക്കല്ലിന്റെ ചീളുകൊണ്ട് തലകടിച്ച് പൊട്ടിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. നമസ്കാരത്തെ ഭാരമായി കണ്ടവർ അവരാണ് കബറിലിരുന്നു കൊണ്ട് പാറക്കല്ലിന്റെ ചീളുകൊണ്ട് തലയടിച്ച് പൊട്ടിക്കുന്നതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. തലയടിച്ച് പൊട്ടിക്കാൻ പൊട്ടാതെ വീണ്ടും അടിക്കല് തന്നെ. ആരെ വേറെ ആരുമല്ല, അവൻ തന്നെ സ്വന്തം അടിക്കാൻ. അതിനുള്ള ആരോഗ്യം അല്ലാഹു കൊടുക്കാൻ. സ്വന്തം തന്നെ പാറക്കല്ലിൽ എന്തുണ്ട്? ഈ തലയാണ് ഭാരമായി കണ്ടത് നമസ്കാരത്തെ. പടച്ചറപ്പിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ നിനക്ക് സമയമില്ലായിരുന്നു. ഈ ലോകത്ത് അല്ലാഹുമായിട്ട് ഏറ്റവും കൂടുതൽ ഒരു സൃഷ്ടിക്ക് അടുക്കാൻ പറ്റിയ അവസരം നമസ്കാരമാണ്. നീ സുജൂദ് ചെയ്യണേ, അല്ലാഹുമായിട്ട് എടുക്കണേ. വിശുദ്ധമായ ഖുർആൻ, അഖറബുമായ ഖൂലുൽ അബ്ദു ലിറബ്ബിഹി വഹുവ സാജിദുൻ. അതുകൊണ്ട് ഫഅക്സിറു ദുആ ഫീ, ഒരടിമ അല്ലാഹുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കൽ നമസ്കാരത്തിലാണ്, അത് തന്നെ സുജൂദിലാണ്. അതുകൊണ്ട് ആ സുജൂദിൽ കടന്നുകൊണ്ട് ദുആ ചെയ്യണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആരാ ചെയ്യുന്നത്? റബ്ബുമായിട്ട് ഒരടുപ്പവും ഇല്ല. നമസ്കാരം ചിട്ടവെച്ചവരുണ്ടോ? ഇശാ നമസ്കരിക്കാത്തവർ വരെ ഈ സദസ്സിലുണ്ടാകും. തീർച്ചയായും നമസ്കാരം ശ്രദ്ധിച്ചോളം. 5 വഖത്ത് നമസ്കാരം, ഫർളാക്കപ്പെട്ട നമസ്കാരം, ബദ്ധശ്രദ്ധ പതിപ്പിക്കാത്തവന് ഔലിയാക്കളുടെ പൊരുത്തമില്ല, മഹത്തുക്കളുടെ പൊരുത്തമില്ല. ജീവിതത്തിൽ അല്ലാഹുവിൻ്റെതാകുന്ന ഒരു കാവൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവൂല. നമസ്കാരമാണ് മെയിൻ. അവനാണ് വലിയ. ചില ആളുകളെ വലിയ 10 പേരിൽ 50 മോതിരം ഇട്ടവരെ കാണുമ്പോ അയ്യോ വലിയ വലിയ എന്ന് പറഞ്ഞത് കെട്ടിപ്പിടിക്കാൻ നിൽക്കണ്ട. ആരാവനെ വലിയ? പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൽ വലിയു അൽ ആരിഫു ബില്ലാഹി ഹസ്ബമാ യുംകിനു അൽ മുവാലിബു അല ത്വാആതി അൽ മുജ്തനിബു അനിൽ മഹ്ദൂറാതി മിനൽ ലഹവാതി വശഹവാതി വൽ ഹഫവാത്. ആരാണ് വലിയ? ആരാ വലിയ? പച്ച പതച്ചതാകുന്ന ഒരു ശിഖനെ കാണുമ്പോ അല്ലോ വലിയ നമുക്കൊണ്ട് ദ്വാരക്കണേ, അങ്ങനെ പോടണ്ട. നീ വലിയ എന്ന് പറഞ്ഞാൽ ആരാൻ? അൽ ആരിഫു ബില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് അഗാധമാകുന്ന അറിവുണ്ടായിരിക്കണം. നല്ല വിജ്ഞാനമുള്ള വ്യക്തിയായിരിക്കണം. ഇൽമു പഠിച്ച ആലിമിനെ വലിയാകാൻ പറ്റൂ. നല്ല ഇൽമുണ്ടായിരിക്കണം. അല്ലാഹുവിനെ കുറിച്ച് ചോദിച്ചാൽ ഒരിക്കലും അദ്ദേഹം പിഴക്കൂല. നല്ല വിവരം. അൽ ആരിഫു ബില്ലാഹ്, വലിയന്റെ തരീഫ്, അതിന്റെ നിർവചനം നമ്മൾ പഠിച്ചു വെക്കണം. അൽ മുവാലിബു അല ത്വാആത്ത്, നമസ്കാരങ്ങളെന്ന് മാത്രമല്ല എല്ലാ തിരുസുന്നത്തുകളും ജീവിതത്തിൽ പരിപൂർണമായി ശ്രദ്ധ വെച്ചവർക്ക് വലിയ എന്ന് പറയാൻ പറ്റും. വലിയന്റെ നേതൃത്വമാണ് ഖുത്ബ്. ഔലിയാക്കൾ അവരുടെ നേതൃത്വമാണ് ഖുത്ബുൽ അഖ്താബ് വഹീദി ശൈഖ് റളിയല്ലാഹു അൻഹു പോലെ. അത് വേറെ. വലിയാകണമെങ്കിൽ തന്നെ അതിന്റെ നിബന്ധന നല്ല അറിവുണ്ടാകണം. മാത്രമല്ല അൽ മുവാലിബു അല ത്വാആത്ത്, നമസ്കാരങ്ങളൊക്കെ ചിട്ട വെച്ചാണ്. കറക്റ്റ് നമസ്കാരത്തിന് യാതൊരുവിധ വിട്ടുവീഴ്ചയില്ല. ബാങ്ക് വിളിച്ചോ, ഇമാമും ജമാഅത്തും കറക്റ്റാണ്. അങ്ങനെ ജീവിച്ച മഹത്തുക്കളല്ലേ കഴിഞ്ഞുപോയ മഹാന്മാര്. ഇവിടെ അടങ്ങിയിരിക്കുന്നതാകുന്ന മഹദികൾ, ഇവിടെ അടങ്ങിയിരിക്കുന്നതാകുന്ന ഷഹീദ് മാഹീനടക്കമുള്ളതാകുന്ന റളിയല്ലാഹു അൻഹു മഹാന്മാരടക്കമുള്ളതാകുന്ന മഹത്തുക്കൾ, ഇവിടെ അടങ്ങിയിരിക്കുന്ന മസ്താനുപ്പയടക്കമുള്ളതാകുന്ന ആളുകളൊക്കെ ആ നിലയിൽ ജീവിച്ചവരല്ലേ. വഖത്തുകൾ നമസ്കാരങ്ങളൊക്കെ ചിട്ടവച്ചവരല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് സ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, നമസ്കാരം കൃത്യത വെക്കണേ. അൽ മുവാലിബു അല ത്വാആത്ത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്,
കബറിൽ കടന്നുകൊണ്ട് പാറക്കല്ലിന്റെ ചീലെടുത്തു വെച്ചുകൊണ്ട് തലയിലടിച്ച് പൊട്ടിക്കുന്ന ഒരു വിഭാഗം ആളുകളെ കണ്ടപ്പോ ആരാണിവരെന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു, ഇവർ സാധാരണ ആൾക്കാരല്ല. അല്ലദീന തതഫാഖലൂന റൂസുഹും അനിസ്സലാ, നമസ്കാരത്തെ ഭാരമായി കണ്ടവരാണ്. അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ. ഞാൻ ഈ നമസ്കാരത്തെ പറ്റി ഈ കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു വയല് യൂട്യൂബിലുണ്ട്, നിങ്ങളൊന്ന് കേൾക്കണം. കുറെ വിഷയങ്ങൾ, അതിന് ഒളു എടുത്ത് പള്ളിയിൽ പോകുന്നതും അങ്ങനെ നമസ്കാരം ചിട്ട വെക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വിഷയം യൂട്യൂബിലുണ്ട്, നിങ്ങളൊന്ന് കേൾക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അതിലേക്ക് കടക്കുന്നതിൽ ഒരുപാട് പറയാറുണ്ട്. പറഞ്ഞത് യൂട്യൂബിലുണ്ട്, നിങ്ങളത് കേൾക്കണം. ഞാനിത് വെറുതെ പറയുന്നതല്ല, ഗൗരവത്തിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത, ജമാഅത്തായി നമസ്കരിക്കുന്നതിന്റെ ശ്രേഷ്ഠത, വുളൂ ചെയ്യുന്നതിന്റെ മഹത്വം, അതിനുശേഷമുള്ള ദുആഇന്റെ മഹത്വം, വുളൂ എടുത്ത് പള്ളിയിലേക്ക് പോകുന്ന, വീട്ടിൽ നിന്ന് പോകുന്നതിന്റെ മഹത്വം, ആ പോകുന്ന ഓരോ ചവിട്ടടിക്കും കിട്ടുന്നതാകുന്ന പദവി, അതൊക്കെ മനസ്സിലാക്കണ്ടേ? അങ്ങനെ മനസ്സിലാക്കുമ്പോൾ പോയി തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന കൂലി, കുടുംബത്തിൽ കിട്ടുന്ന ഐശ്വര്യം, ബറക്കത്ത്, സമ്പത്തിന്റെ അഭിവൃദ്ധി, കച്ചവടത്തിൽ ബറക്കത്ത്, എല്ലാ ഭാഗത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലത നൽകും. അതുകൊണ്ട് ഖബറിന്റെ ജീവിതം സന്തോഷകരമാകണമെങ്കിൽ നമസ്കാരം 5 വഖത്ത് ചിട്ട വേണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖബറിലെ ഇത്രയും അദാബുകളും ബുദ്ധിമുട്ടുകളും പറഞ്ഞു, ആ ഖബറിൽ രക്ഷപ്പെടേണ്ട ഏറ്റവും വലിയ ഒന്നാമത്തെ അമൽ നമസ്കാരമാണ്. 2 തിലാവത്തുൽ ഖുർആൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖുർആൻ ഓത്ത് വേണം, ഖുർആൻ ഓതൽ, ഖുർആൻ ഖത്മ ചെയ്യണം. ഇരിക്കുന്ന ഓരോരുത്തർക്കും സ്വന്തമായി മുസ്ഹഫ് വേണം. സ്വന്തമായി അവരവർക്ക് സ്വന്തമായി ഖുർആനുള്ള എത്ര പേരുണ്ടെന്ന് കൈയുർത്തിക്ക്. സ്വന്തമായിട്ട് വെറുതെ കൈയുയർത്തല്ലേ കേട്ടാ, ഇമാമുമാരുടെയൊക്കെ മുന്നിലാണ്. കൈ നേരം വെളുക്കുമ്പോൾ പൊക്കത്തില്ല, ഞാൻ പറഞ്ഞേക്കാം. നേരം വെളുക്കുമ്പോ കൈ ഉയർക്കാൻ പറ്റത്തില്ല. പിന്നെ എന്റെ പൊന്നു ആപ്പ കൈ ഉയർത്താൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോ കുറെ എണ്ണം താത്ത്. അതാണ്. അല്ല, അത് പേടിയുണ്ടല്ലോ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ പേടി അല്ലാഹു നിലനിർത്തി തരട്ടെ. ആദ്യം 2 കൈയൊക്കെ പൊക്കിയവരൻ, അത് പറഞ്ഞപ്പോഴത്തേക്കും അടച്ചോനെ. അല്ലാഹു നമ്മളെ സുന്നത്തെ മതത്തിൽ അടിയുറച്ച് നിർത്തട്ടെ. കേട്ടോ, വളരെ കുറച്ച് ആളുകളാണ് സ്വന്തമായി മുസ്ഹഫ് ഉള്ളവർ, വളരെ കുറച്ചാളുകൾ. മനസ്സിലാക്കണം, ചെറിയ കാര്യമല്ല. മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് സ്വന്തമായി മുസ്ഹഫ്, അല്ലേ? വാപ്പാനെ വാങ്ങിച്ചു കൊടുത്താണ്. ഈ വാപ്പാക്ക് സ്വന്തമായിട്ട് മുസ്ഹഫ് ഇല്ല. വാപ്പാക്ക് സ്വന്തമായിട്ട് ബീഡി കത്തിക്കാൻ പറ്റുന്ന നല്ല ലൈറ്റർ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് കത്തി കഞ്ചാവ് അടിച്ച് റാഴത്തടിക്ക്. പള്ളി വരുമ്പോഴത്തേക്കും ബാത്റൂമിൽ കയറി അതിന്റെ ബാത്റൂമിന്റെ താക്കോലിക്കാൻ വന്നിട്ട് അതിനൊക്കെ ഇഷ്ടം പോലെ ലൈറ്റർ, എപ്പോഴും അരയിലൊരു തീപ്പെട്ടി, എപ്പോഴും 2-3 സിഗരറ്റ്, എല്ലാം റെഡിയാ. സ്വന്തമായിട്ടുള്ള സംഭവങ്ങൾ ഇഷ്ടം പോലെ. ബാക്കിയെല്ലാം ഉണ്ട്. ഖുർആൻ നമ്മുടെ കയ്യിലില്ല. നോക്കണം ഈ ഉമ്മത്തിന്റെ അവസ്ഥയാണ്. എന്നാൽ ഒരു പഴയ ഒരു തലമുറയിലേക്ക്, നമ്മുടെ വാപ്പയിലേക്ക് എടുത്ത് നോക്കിയാൽ മതി. സ്വന്തമായിട്ട് മുസ്ഹഫ് ഉണ്ടായിരുന്നു. സ്വന്തമായിട്ട് മുസ്ഹഫ് നമ്മുടെ ഉമ്മാക്കുണ്ടായിരുന്നു. അവനവന് വേണം സ്വന്തമായിട്ട് മുസ്ഹഫ്. അങ്ങനെ ഡെയിലി വിശുദ്ധമായ ഖുർആൻ ഒരു 3 പേജെങ്കിലും ഏറ്റവും ചുരുങ്ങിയ തോതിൽ തീർക്കിൽ ഖുർആനുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കും. ഒരു ബന്ധം വേണം നമുക്ക്. നമ്മൾ എന്ത് മുസൽമാൻ? ഈ ബിമാ ഉമ്മയെ പോലെ നമുക്കുമായി തീരേണ്ട ഈ സദസ്സിലുള്ള ഓരോ ഉമ്മമാരും ആഗ്രഹിക്കണ്ടേ? ഷഹീദ് മാഹീൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ നമുക്കുമാകണ്ടേ? അവരൊക്കെ മുൻകഴിഞ്ഞു പോയതാകുന്ന മഹത്തുക്കളെ കണ്ട്, സ്വഹാബത്തിനെ കണ്ട്, താബിഈകളെ കണ്ട്, അയിമ്മത്തുകളെ കണ്ട്, ശേഷം വന്നതാകുന്ന മഹത്തുക്കളാകുന്ന ഔലിയാക്കളെ കണ്ട് അത്തരത്തിൽ ആയിത്തീരണമെന്ന് ആഗ്രഹം വെച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും വിലായത്തിന്റെ പട്ടം കൊടുത്തു. അങ്ങനെ ആഗ്രഹം വേണം നമുക്ക്. എനിക്ക് ഓതണം, എനിക്ക് നമസ്കരിക്കണം, എനിക്ക് ചിട്ട വേണം. അല്ല നമ്മൾ ഇങ്ങനെ തന്നെ ജീവിച്ചു പോവാ എല്ലാ വർഷങ്ങളും. അങ്ങനെയല്ല. നമ്മൾ മരിച്ചു കിടക്കുമ്പോ 10 പേര് നമ്മളെ കൊണ്ട് നന്മ പറയണം. അത് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി നമ്മൾ നിയ്യത്ത് ചെയ്യണം. ഖുർആൻ ഖത്മ തീർക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ചെയ്യൂലേ ഇൻഷാ അല്ലാഹ്. അടുത്തൊരു വർഷം മുമ്പെങ്കിലും ഒരു ഖത്മെങ്കിലും ഞാൻ തീർക്കുമെന്ന് ഉറപ്പിച്ച് എത്ര പേരുണ്ട്? ഒന്ന് കൈയുയർത്തിക്ക് നോക്കട്ടെ എത്ര പേരുണ്ട്. നല്ല നിയ്യത്തിൽ കൈയുയർത്തി. അല്ലാഹു തൗഫീഖ് തരട്ടെ. കുറെ പേർക്ക് ഖുർആൻ ഓതാൻ അറിയില്ലായിരിക്കും, അല്ലേ? അതിനും പേടിയാ കൈയുയർത്താൻ. കാരണം ഇമാമുമാരുടെ മുന്നിൽ ഏറ്റിട്ട് പോയിട്ട് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഓതാൻ അറിയാത്തവർ ഫാത്തിഹ സൂറത്ത് ഉണ്ടാവും, അല്ലേ? അറിയാവുന്നത് ഓതാൻ അറിയാത്തവർ ഖുർആൻ വെറുതെ നോക്കിയിരിക്കുന്ന കൂലി സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. സലാത്തുകൾ അധികരിപ്പിക്കുന്ന പ്രവാചകനെ ഇഷ്ടപ്പെടുന്ന ഖബറിൽ രക്ഷ കിട്ടണമെങ്കിൽ 3ാമത്തെ ഭാഗമാണ്. ഒന്ന് നമസ്കാരമാണ് എങ്കിൽ മറ്റൊന്ന് ഖുർആൻ ഓതാൻ
ഒന്നാണ് എങ്കിൽ മൂന്നാമത്തത് മഹബ്ബത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ പ്രവാചകനോടുള്ള ഇഷ്കാണ്, മഹബ്ബത്താണ്. അത് വെച്ച് പുലർത്തണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ബാ, ദുആയിലേക്ക് കടക്കുക. എല്ലാവരും അടുത്ത് വരും, ആ ദൂരെ നിൽക്കുന്നവരുൾപ്പെടെ എല്ലാവരും വരും. എല്ലാവരും അടുത്ത് വരും, എല്ലാവരും വരും. ബിസ്മില്ലാഹ്. അഭിനയനെ ദ്വാരകല്ലേ മഅദരി ഉസ്താദ് അവറുകൾ, അല്ലാഹു ഉസ്താദിനെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. എൻ്റെ പൊന്നുമോൾക്ക് ഹാർട്ടിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൽ നിന്ന് ശിഫ ലഭിക്കാൻ ദ്വാരക്കണം. അല്ലാഹു പരിപൂർണമായ ആഫിയത്ത് നൽകട്ടെ. ഉസ്താദെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഇബ്രാഹിം ഹാജിയുടെ മകൻ നെഞ്ചുവേദന കാരണം ICUലാണ്. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. വിദേശത്ത് ജോലി ചെയ്യുന്ന എൻ്റെ പിതാവ് ഒരുപാട് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുകയാണ്. അള്ളാഹു പരിപൂർണമായി സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ കടങ്ങളും അള്ളാഹു വീട്ടിക്കൊടുക്കുമാറാവട്ടെ. ദീർഘിപ്പിക്കുന്നില്ല, അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. എല്ലാ നിയ്യത്തുകളും അള്ളാഹു സാധൂകരിച്ചു തരട്ടെ. അത് കൊള്ളാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് അള്ളാഹു കബൂലാക്കട്ടെ. നമ്മുടെ ഈ നാടിന്റെ ഏറ്റവും വലിയ ബറക്കത്ത് എന്ന് പറയുന്നത് ഈ നാട്ടിലാണ് ബഹുമാനപ്പെട്ട മഹദി അവറുകൾ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്, അല്ലേ? ബഹുമാനപ്പെട്ട മാഹീൻ ബാദിശ റളിയല്ലാഹു അൻഹു ഷഹീദാക്കപ്പെട്ടത് ഈ മണ്ണിലാണ്. അപ്പൊ ഈ മണ്ണിനൊരു മഹത്വം ഉണ്ട്, അത് മനസ്സിലാക്കണം. അവര് വന്നു ഇവിടെ അടങ്ങി എന്നുള്ളത് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ മണ്ണിനൊരു മഹത്വമുണ്ട് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. ഹദീസിലുണ്ട്, ഒരിക്കൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ ചുരുക്കി പറയാണ്, മദീന പള്ളിയിൽ ഇശാ നമസ്കാരം കഴിഞ്ഞ് പ്രവാചകൻ ഖബർസ്ഥാനിലേക്ക് നോക്കുമ്പോ ആരോ ഒരു വ്യക്തിയുടെ ഖബർ കുഴിക്കുന്നു. നബി ചോദിച്ചു, ലിമൻ ഹാദൽ ഖബറു, ആർക്ക് വേണ്ടി ഖബർ കുഴിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, അത് ഇന്നാലിന്ന മനുഷ്യൻ എത്യോപ്യയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വന്ന് തങ്ങളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഇസ്ലാം മതം പുൽകി മരണപ്പെട്ടുപോയ വ്യക്തിക്ക് വേണ്ടിയാണ്, അദ്ദേഹം മരണപ്പെട്ടു, അദ്ദേഹത്തിന് വേണ്ടിയാണ് ഈ ഖബർ കുഴിക്കുന്നത്. പ്രവാചകൻ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് സീഖ മിൻ അർളിഹി ഹത്താ ദുഫിന ഫിൽ അർളില്ലത്തി ഖുലിഖ മിൻഹാ. ഭയങ്കര വാക്കാൻ. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അങ്ങകലെ മദീനയിൽ എത്യോപ്യയിൽ കിടക്കുന്ന മനുഷ്യൻ ഈ മദീനയിലെ മണ്ണിൽ വന്ന് അടങ്ങണമെങ്കിൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ സൃഷ്ടിക്കാൻ ഈ മദീനയിൽ എവിടെയാണോ ഈ ഖബർ നിങ്ങൾ കുഴിക്കുന്നത് അവിടെ നിന്നാണ് അദ്ദേഹത്തെ സൃഷ്ടിക്കാൻ മണ്ണെടുത്തിട്ടുള്ളതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അഥവാ ഒരു മനുഷ്യൻ സൃഷ്ടിച്ചെടുത്ത് തന്നെ എവിടെ നിന്നാണ് മണ്ണെടുത്തത് അതേ ഭൂമിയിൽ തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെടുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഭീമാ പള്ളിയുടെ പരിസരത്ത് അന്ത്യവിശ്രമം ചെയ്യുന്ന ഭീമാ ഉമ്മ, അതുപോലെ തന്നെ ഷഹീദ് വലിയുള്ള മാഹീൻ വലിയുള്ള അവരുകൾ, മസ്താനിപ്പാപ്പ റളിയല്ലാഹു അൻഹു അടക്കമുള്ളതാകുന്ന മഹാന്മാരുടെ ഒക്കെ തന്നെ ഭൗതികമാക്കപ്പെട്ട ശരീരം എവിടെയാണ് അന്ത്യവിശ്രമം ചെയ്യുന്നത്? ഈ പരിശുദ്ധമാക്കപ്പെട്ട നാടും ഇതിന്റെ പരിസരവും ധന്യമാണ്. എന്തുകൊണ്ട്? ഇതേ നാട്ടിൽ നിന്ന് അവരെ എവിടെയാണ് അടക്കം ചെയ്തത് ആ സ്ഥലത്ത് നിന്നാണ് അവരെ സൃഷ്ടിക്കാനുള്ള മണ്ണല്ലാഹു എടുത്തത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അവരടങ്ങിയത് കൊണ്ടല്ല ബറക്കത്ത്. എന്താണ് ബറക്കത്ത്? അവരെ ഈ നാട്ടിൽ നിന്ന് തന്നെയാണ് മണ്ണെടുത്തത് സൃഷ്ടിക്കാൻ. അതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. മനസ്സിലായോ? അപ്പൊ ഈ നാടിന്റെ മഹത്വം വേറെയാണ്. എവിടെയാണ് ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് അടക്കുന്നത് അവിടെ നിന്നായിരിക്കും, ആ മണ്ണിൽ നിന്ന് തന്നെയായിരിക്കും ആ മനുഷ്യനെ സൃഷ്ടിക്കാൻ മണ്ണെടുക്കുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് അവിടെ തന്നെ കൊണ്ട് അടക്കുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി. നബി പറഞ്ഞ വാക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞു, അങ്ങകലെ എത്യോപ്യയിലുള്ള മനുഷ്യൻ, കിലോമീറ്ററുകൾ അപ്പുറമുള്ളതാകുന്ന ആ മനുഷ്യൻ അവിടെ നിന്ന് ഇവിടേക്ക് വന്ന് പലായനം ചെയ്തു വന്ന് എന്റെ അടുക്കൽ വന്ന് ഇസ്ലാം മതം കൈക്ക് പിടിച്ചുകൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി ദിവസങ്ങൾ
കഴിയവേ അദ്ദേഹം മരണപ്പെട്ടിട്ട് അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഈ പരിശുദ്ധമാക്കപ്പെട്ട മദീന പള്ളിയുടെ പരിസരത്തുള്ള ജന്നത്തുൽ ബഖീയിൽ കൊണ്ടുവന്ന് അടക്കം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുഴിക്കുന്ന ഈ ഖബറിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിനെ സൃഷ്ടിക്കാൻ മണ്ണെടുത്തത്. ഏതൊരു മണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് അതേ മണ്ണിൽ തന്നെയാണ് അദ്ദേഹത്തെ അടക്കം ചെയ്യപ്പെടുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഭീമാ ഉമ്മയും ഷഹീദ് വലിയുള്ളയും മാഹി ഷഹീദ് വലിയുള്ളയും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് അടക്കം ചെയ്തിട്ടുണ്ട് എങ്കിൽ മനസ്സിലാക്കണം ഈ മണ്ണിൽ നിന്ന് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സൃഷ്ടിക്കാൻ മണ്ണെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ മണ്ണ് പവിത്രമുള്ളതാണ്. ഈ മണ്ണിനെ നിങ്ങൾ നശിപ്പിക്കാൻ പാടില്ല. ആത്മീയത നിലനിർത്തണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങളുടെ ആത്മീയത നിങ്ങൾ കളഞ്ഞു കുടിക്കാൻ പാടില്ല. നിങ്ങൾ നമസ്കാര ചിട്ട വെക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു സ്വലാത്തു സല്ലല്ലാഹു آمين. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال. ഉറക്കെ പറയണേ ആമീൻ. നല്ലതുപോലെ ഉറക്കെ പറയണം. وحمدا بقدر كمالك وعظمة ذاتك دائما بدوام ملكك يا الله. سبحان الأبدي الأبد سبحان الواحد الأحد سبحان الفرد الصمد سبحان رافع السماء بغير عمد سبحان من بسط الأرض على الماء فجمد سبحان من خلق الخلق وحصاهم عددا سبحان من قسم الأرزاق ولم ينسى أحدا سبحان من لم يتخذ صاحبة ولا ولدا سبحان من لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل وسلم وبارك على سيدنا محمد شجرة الأصل النورانية ولمعة القبلة الرحمانية وأفضل الخليقة الإنسانية وأشرف سورة الجسمانية ومعدن الأسرار الربانية وخزائن العلوم الاصطفائية صاحب القبلة الأصلية والبهجة السنية والرتبة العليا من اندرجت النبيون تحت لوائه فهم منه وإليه. وبارك وسلم عليه وعلى آله عدد ما خلقت ورزقت وأمت وأحييت إلى يوم تبعث من فنيت برحمتك يا الله ويا أرحم الراحمين. أرحم الراحمين يا الله ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ ഒരുമിച്ചുകൂടൽ കബൂലാക്കണേ അല്ലാ. ഭീമയുടെ മഹത്തുക്കളുടെയും സമുദ്രത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് വന്നുപോയ സർവ്വവിധ പാപങ്ങൾ നീ വിട്ടുപുറത്ത് മാപ്പ് ചെയ്യണേ അല്ലാ. നിന്റെ മഗ്ഫിറത്ത് വിശാലമാണല്ലോ അല്ലാ. നിന്റെ മർഹമത്ത് വിശാലമാണല്ലോ അല്ലാ. നിന്റെ മഗ്ഫിറത്തും മർഹമത്തും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കണേ അല്ലാ. ഹൃദയത്തിൽ അഹന്തയെ നീക്കം ചെയ്യണേ അല്ലാ. അഹങ്കാരത്തെ നീക്കണേ അല്ലാ. ലോകമാനത നീക്കണേ അല്ലാ. നിന്റെ മാരിഫത്താകുന്ന നൂറ് കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ സംശുദ്ധമാക്കണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയങ്ങളെ സംശുദ്ധമാക്കണേ അല്ലാ. ഒരുപാട് ലക്ഷ്യങ്ങളും മുറാദുകളുമായിട്ടാണ് ഞങ്ങൾ ഈ മഹദിയുടെ ചാരത്ത് വന്നു ചേർന്നത് അല്ലാ. ഷഹീദ് വലിയുള്ളയുടെ ചാരത്ത് വന്നു ചേർന്നത് അല്ലാ. മസാനപ്പയുടെ സൗരത്തിൽ വന്നു ചേർന്നത് അല്ലാ. ഞങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കണേ റബ്ബേ. എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കണേ അല്ലാ. മഹാമാരിയെ തൊട്ട് ഞങ്ങളെയും ലോകരെയും നാടിനെയും കുടുംബത്തെയും ഇവിടെ ഒരുമിച്ച് കൂടിയ ജനകോടികളെയും ലക്ഷങ്ങളെയും നീ കാക്കണേ അല്ലാ. ലൈവായി പ്രഭാഷണം കേൾക്കുന്ന ആയിരക്കണക്കിന് വിശ്വാസികളുണ്ട്. സർവരെയും നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. ലോകത്ത് പല ആളുകളും ഈ വിഷമങ്ങളും പ്രയാസങ്ങളും പോസിറ്റീവായി പറഞ്ഞവരുണ്ട്. നീ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. കുടുംബങ്ങളിലുള്ളവരുണ്ട്, സഹോദരങ്ങളുണ്ട്, അയൽവാസികളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, കൂട്ടുകുടുംബാദികളുണ്ട്, ഈ ജനങ്ങൾക്കിടയിലുള്ളവരുണ്ട്. അല്ലാഹുവേ പരിപൂർണമായി ശമനം നൽകണേ അല്ലാ. ബഹുമാനപ്പെട്ട മാഹി ബാദിഷയുടെ ബറക്കത്ത് കൊണ്ട് നീ പരിപൂർണമായി ശിഫ നൽകണേ അല്ലാ. നീ പരിപൂർണമായി ശിഫ നൽകണേ അല്ലാ. നീ പരിപൂർണമായി ശമനം നൽകണേ അല്ലാ. പൈശാചികമാകുന്ന ബുദ്ധിമുട്ടുകളെ തൊട്ടുകാക്കണേ അല്ലാ. ഞങ്ങളുടെ ശാരീരികമാകുന്ന പ്രയാസങ്ങളെ നീക്കണേ അല്ലാ. മാനസികമാകുന്ന പ്രയാസങ്ങളെ നീക്കണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഹൈറായ ജോലി നൽകണേ അല്ലാ. ഹൈറായ ജോലി നൽകണേ അല്ലാ. പാതിരാത്രി സമയത്ത്
കടലിന്റെ അടിയിലേക്ക് മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അന്നം തേടിപ്പോകുന്ന പാവപ്പെട്ടതാകുന്ന സഹോദരങ്ങളുണ്ട്, മത്സ്യത്തൊഴിലാളികളുണ്ട്. നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. പകൽ യാത്ര തിരിക്കുന്നവരുണ്ട്, യാത്രയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. പാടത്തും പറമ്പത്തും പണിയെടുക്കുന്ന പാവങ്ങളുണ്ട്, ബറക്കത്ത് നൽകണേ അല്ലാ. ജോലി ചെയ്യുന്ന കൃഷിക്കാരുണ്ട്, ബറക്കത്ത് നൽകണേ അല്ലാ. കുടുംബത്തിൽ സമാധാനം നൽകണേ അല്ലാ. ശാന്തി പ്രദാനം ചെയ്യണേ അല്ലാ. മനസ്സമാധാനം നൽകണേ അല്ലാ. അനുയോജ്യരായ ഇണകളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നൽകിയിട്ടുള്ള ഇണകളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, സാലിഹും സാലിഹത്തുമായ മക്കളെ നൽകണേ റബ്ബേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പ്രായാധിക്യ സമയത്ത് ഇസ്മായിൽ എന്ന പൊന്നുമോനെ നൽകിയ അല്ലാ. സക്കറിയാ നബി അലൈഹിസ്സലാമിന് പ്രായാധിക്യ സമയത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ജിബ്രീൽ എന്ന മാലാഖ മുഖേന യഹ്യാ എന്ന പൊന്നുമോനെ നൽകിയ റബ്ബേ, സാലിഹും സാലിഹത്തുമായ മക്കളെ നൽകണേ അല്ലാ. നൽകിയിട്ടുള്ള മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ. ആബിദീങ്ങളാക്കണേ അല്ലാ. ഹാഫിലീങ്ങളാക്കണേ അല്ലാ. നിന്നെ അറിഞ്ഞാരാധിക്കുന്ന മുത്തഖീങ്ങളിൽ ചേർക്കണേ അല്ലാ. ഒരുപാട് ആളുകൾ മക്കളില്ലാതെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, സാലിഹും സാലിഹത്തുമായ മക്കളെ നൽകണേ അല്ലാ. അടുത്ത ഉറൂസിന്റെ സവിധത്തിൽ ഞങ്ങൾക്ക് ഈ മഹത്തുക്കളുടെ ചാരത്ത് ഞങ്ങളുടെ കുഞ്ഞു മക്കളുമായി കടന്നു വരാൻ തൗഫീഖ് നൽകണേ അല്ലാ. അവരുടെ തണലിലായി ജീവിതം വഴി നടത്തണേ റബ്ബേ. ഇവിടെ അടങ്ങിയിരിക്കുന്ന മഹത്തുക്കളുടെ തണലിലായി ഞങ്ങൾക്ക് മരണവും സാധ്യമാക്കണേ അല്ലാ. നീ മരണവും സാധ്യമാക്കണേ അല്ലാ. ഒരുപാട് ആളുകൾ ഖൈറായ ലക്ഷ്യം വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. മദനി ഉസ്താദിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹു ഉസ്താദിന് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഒരു കാലഘട്ടത്തിൽ ദീനിനു വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചവരാണ്. ഒരുപാട് പള്ളികളും മദ്രസകളും പണികഴിപ്പിച്ചവരാണ്. അതിനുവേണ്ടി രാത്രിയിൽ വാഴ പറഞ്ഞുകൊണ്ട് പിരിവെടുത്തവരാണ്. നീ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. നീ ദീർഘായുസ്സ് നസീബാക്കണേ അല്ലാ. പരിപൂർണമായ മോചനം നൽകണേ അല്ലാ. പരിപൂർണമായ മോചനം നൽകണേ അല്ലാ. ഒരു കണ്ണിന്റെ കാഴ്ചശക്തി പരിപൂർണമായി നഷ്ടപ്പെട്ടുകൊണ്ട് ശരീരത്തിൽ പരിപൂർണമായ ആരോഗ്യം നഷ്ടപ്പെട്ട് വളരെയേറെ പ്രയാസപ്പെടുന്നവരാണ്. നീ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. പലവിധ രോഗങ്ങളുണ്ട്, എല്ലാം നിനക്കറിയാമല്ലോ അല്ലാ. നീയാണ് ഷാഫി, നീയാണ് കാഫി, നീയാണ് മുആഫി യാ അല്ലാ. അത്തരത്തിലുള്ള മാറാവ്യാധികൾ, വിഷമങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ ഞങ്ങൾക്കാർക്കും തന്നെ നൽകി നീ പരീക്ഷിക്കരുത് റബ്ബേ. ഇവിടെ വന്നു ചേർന്ന മുസ്ലിമീങ്ങളുണ്ട്, മുസ്ലിം സഹോദരങ്ങളുണ്ട്, ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, യുവാക്കളുണ്ട്. എല്ലാവർക്കും ഇവരെടുത്ത പൊരുത്തം നൽകണേ റബ്ബേ. അവരുടെ എല്ലാ ലക്ഷ്യങ്ങളും നീ പൂർത്തീകരിക്കണേ അല്ലാ. വിഷമങ്ങൾ നീ ദൂരീകരിക്കണേ റബ്ബേ. വീട് വെക്കാൻ പരിശ്രമിക്കുന്നവരുണ്ട്, ഖൈറായ വീട് നൽകണേ അല്ലാ. ഉള്ള വീട്ടിൽ ബറക്കത്ത് നൽകണേ റബ്ബേ. കടം കൊണ്ട് വലിയുന്നവരുണ്ട് റബ്ബേ. ഉള്ള കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള മാർഗങ്ങൾ തുറസാക്കണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നൽകണേ റബ്ബേ. ഹലാലായ സാമ്പത്തികം നൽകണേ റബ്ബേ. മഹാമാരി വന്നപ്പോ വിഷമിച്ച ആളുകളാണ്, ദുഃഖിച്ച ആളുകളാണ്. പക്ഷെ നിന്റെ ദീനിന് പരിപൂർണമായ സംരക്ഷണം കൊടുത്തവരാണ്. ആലമീങ്ങളെ സ്നേഹിക്കുന്നവരാണ് ഈ നാട്ടുകാർ. ദീനിനെ ബഹുമാനിക്കുന്നവരാണ് നാട്ടുകാർ. പാവപ്പെട്ടവരാണ് റബ്ബേ, അറിവില്ലാത്തവരാണ് അല്ലാ. നീ പുറത്തു കൊടുക്കണേ അല്ലാ. എന്തെങ്കിലും മോശത്തരങ്ങൾ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ പുറത്തു കൊടുക്കണേ അല്ലാ. നീ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. സ്നേഹിക്കുന്നവർക്ക് ചങ്ക് പറിച്ചു കൊടുക്കുന്ന നാട്ടുകാരാണ്, ബറക്കത്ത് നൽകണേ അല്ലാ. ആലമീങ്ങളോട്, ദീനിന്റെ ഖലകാരോട്, വലിയ മഹത്തുക്കളാകുന്ന ഔലിയാക്കളോട് വലിയ സ്നേഹവും മമതയും വെച്ച് പുലർത്തുന്നവരാണ്. നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ഇവരെ ബാക്കി വെച്ച സമ്പത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അനുഗ്രഹങ്ങളെല്ലാം നിലനിർത്തി കൊടുക്കണേ റബ്ബേ. പൊടുന്നനെയുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. കൊറോണ ബാധിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയ കുടുംബാദികൾ, ബന്ധുമിത്രാദികളുണ്ട്, സഹോദരങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, അയൽവാസികളുണ്ട്. പ്രവിശാലമാക്കപ്പെട്ട മഹല്ലുകളുടെ ഖബറിസ്ഥാനിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന പാവപ്പെട്ട മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. എല്ലാവർക്കും നീ പരിപൂർണമായ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഭീമാ ഉമ്മയുടെ ദറജ ഉയർത്തണേ റബ്ബേ. വാഹിൻ അബൂബക്കർ ഷഹീദിന്റെ ദറജ ഉയർത്തണേ അല്ലാ. മസാനപ്പയുടെ ദറജ ഉയർത്തണേ റബ്ബേ.
അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ, അവരുടെ മദദ് നൽകണേ അല്ലാ, അവരുടെ ഹിഫ്ദ് നൽകണേ അല്ലാ, അവരുടെ ഹിമായത്തിലായി ഞങ്ങളെ നീ ജീവിതം വഴി നടത്തണേ അല്ലാ. ഈ വിമാ പള്ളിയുടെ പരിസരത്ത് അന്തിവിശ്രമം ചെയ്യുന്ന ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. പരിസര മഹല്ലുകളിൽ വിശ്രമിക്കുന്ന പാവപ്പെട്ടതാകുന്ന മുഅ്മിനീങ്ങളുണ്ട്. അവരുടെ ഖബർ നോക്കത്താ ദൂരത്ത് വിശാലമാക്കണേ അല്ലാ, ഖബർ നോക്കത്താ ദൂരത്ത് വിശാലമാക്കണേ അല്ലാ. ആരുടെ മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് കടന്നു വരുന്നതാകുന്ന രണ്ട് മലക്കുകൾ കൂടിയുണ്ട്. ആരെന്നറിയില്ലേ? മുൻകറും നകീർ, ജദാനി അസ്റഖാനി അസ്വാദാനി ശറാഹുമാ യസ്ഹാബുഹു റിജ്ലാനി. വല്ലാത്ത രൂപമാണ്, വല്ലാത്ത കോലമാണ് സാബ. നീല കണ്ണുകളാണ്, തലയിലുള്ള മുടിയേകൾ കാലുവരെ നീണ്ടു കിടക്കുന്ന രൂപമാണ്. ആര് കണ്ടാലും പേടിക്കുന്ന കോലമാണ്, കരുത്തിരുണ്ട കോലമാണ്. ഖബർ രണ്ട് തേറ്റപ്പല്ലുകൾ കൊണ്ട് ഖബർ തുറന്നുകൊണ്ട് മുൻകരുള്ള തലഭാഗത്തൂടി വരുമ്പോ ഖബറിൽ കിടക്കുന്ന മനുഷ്യന്റെ കാൽഭാഗത്തേക്ക് കാലിന്റെ ഭാഗത്തൂടി ഖബർ തുറന്നിട്ട് അവന്റെ മുന്നിലേക്ക് കടന്നു വരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അബ്സാറുഹുമാ കൽബറകിൽ ഖാതിഫ്. വല്ലാത്ത കോലമാണ് സാബ. അവരുടെ കണ്ണിൽ നിന്ന് തീജ്വാലയാണ് കടന്നു വരുന്നത്. ഇടിമിന്നൽ പിണർ പോലെയാണ് അവരുടെ ശബ്ദമുള്ളത്. മിന്നലെറിയുന്നത് പോലെയാണ് കണ്ണിൽ നിന്ന് പ്രഭ വരുന്നത്. തീർന്നില്ല, തീർന്നില്ല. അസ്വാതുഹുമാ കറദിൽ അതിശക്തമായി മഴ പെയ്യുമ്പോ സമയത്ത് ആകാശത്ത് നിന്ന് ഇടിവരുന്നത് പോലെയുള്ള ശബ്ദമാണ്, ഭീകരമായ ശബ്ദമാണ് അവർക്കുള്ളത്. അവർ വന്നുകൊണ്ട് നിന്റെ റബ്ബാരാണ്, നബിയാരാണ്, ഇമാമാരാണ് എന്ന് നിന്നോട് ചോദിക്കുമ്പോ മാന്യമായി മറുപടി കൊടുക്കാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളയാണ് എന്റെ റബ്ബ് എന്ന് പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, മുഹമ്മദ് നബിയാണ് എന്റെ പ്രവാചകരെന്ന് പറയാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ ഇമാമ വിശുദ്ധമായ ഖുർആനാണെന്ന് പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, എന്റേതാകുന്ന സഹോദരങ്ങൾ മുസ്ലിമീങ്ങളാണ്, സഹോദരിമാർ മുസ്ലിമത്തുകളാണെന്ന് പറയാ ചെറുപ്പക്കാരാ നിന്റെ നാവ് കൊണ്ട് നിനക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കഴിയും നിനക്ക് ദുന്യാവിൽ നമസ്കാരമുള്ളവനാണെങ്കിൽ, കഴിയും നിനക്ക് ദുന്യാവിൽ നീ സക്കാത്ത് കൊടുത്തവനാണെങ്കിൽ, കഴിയും നിനക്ക് പാപങ്ങളുടെ കണ്ണീരപ്പിയവനാണെങ്കിൽ, കഴിയും നിനക്ക് എല്ലാ അനാചാരങ്ങളിലും വിട്ടുനിന്ന് അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ് എങ്കിൽ, ഔലിയാക്കളെ ബഹുമാനിച്ച് അമ്പിയാക്കളെ ആദരിച്ച് ദുനിയാവിൽ പാപങ്ങളുടെ കണ്ണീരപ്പി ഒരുപാട് നല്ല നന്മയാർന്ന പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞുകൂടിയവനാണെങ്കിൽ തീർച്ചയായിട്ടും ഖബറിൽ നിനക്കതിന് സാധിക്കും. എന്നാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവന്റെ ഖബറിൽ നിന്ന് ഇതാ ആകാശ ലോകത്ത് കാണുന്ന സ്വർഗ്ഗത്തിൽ നിന്ന് മനോഹരമാകുന്ന ഒരു കവാടം അല്ലാഹു തുറന്നു കൊടുക്കുകയാണ്. യുഫ്തഹുലഹു ബാബം മിനൽ ജന്ന. സുബ്ഹാനല്ലാഹ്. സ്വർഗത്തിൽ നിന്ന് മനോഹരമായ ഒരു കവാടം അല്ലാഹു തുറന്നു കൊടുക്കുകയാ. തീർന്നില്ല, തീർന്നില്ല. വയുസ്സഹുലഹു മദ്ബസരിഹി. അവന്റെ കണ്ണത്താ ദൂരത്ത് ഖബറങ്ങ് വിശാലത നൽകുകയാണ്. യമീനം ശിമാലൻ അമാമം വറാ. അവന്റെ വലത്തും അവന്റെ ഇടത്തും അവന്റെ ഫ്രണ്ടിലും അവന്റെ ബാക്കിലുമായി അതാ കണ്ണത്താ ദൂരത്ത് നോക്കത്താ ദൂരത്ത് ഖബർ വിശാലമാക്കുകയാണ്. അല്ലാഹുവേ, ആ രീതിയിൽ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, മഹല്ലുകൾ, അന്ത്യവിശ്രമം ചെയ്യുന്ന പാവപ്പെട്ടവരുടെ എല്ലാവരുടെയും ഖബറുകളെ നീയാക്കി തീർക്കണേ അല്ലാ. സ്വർഗത്തിൽ നിന്ന് മനോഹരമായ ഒരു കവാടം അവരുടെ ഖബറിലേക്ക് കാരുണ്യം ചൊരിയുന്ന നിലക്കായി നീ തുറന്നിട്ട് കൊടുക്കണേ റബ്ബേ. അവരുടെ ജീവിതത്തിൽ ചെയ്തു വെച്ച സുഹൃതങ്ങളെ കബൂലാക്കണേ അല്ലാ. പോരായ്മകളെ നീ പരിഹരിക്കണേ റബ്ബേ. ചിട്ടയാർന്ന ജീവിതം കാഴ്ചവെക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ. ഇനി റമളാൻ നമ്മുടെ അടുക്കലിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. തൗബ ചെയ്തുകൊണ്ടൊന്ന് സലാത്ത് ചൊല്ലിക്കൊണ്ട് പിരിയടേ. ഞാൻ എന്റെ ജീവിതത്തിൽ ഇനി കള്ളുകുടിക്കില്ല, ഞാൻ എന്റെ ജീവിതത്തിൽ ഇനി ഉപചരിക്കില്ല, ഞാൻ എന്റെ ജീവിതത്തിൽ അശ്ലീലമാക്കപ്പെട്ട തലത്തിലേക്ക് എന്റെ കണ്ണ് കൊണ്ടുപോകൂല, എനിക്ക് മരിക്കേണ്ടവനാണെന്നുള്ള
ബോധം നിന്റെ ഹൃദയത്തിന്റെ അകത്തലങ്ങൾ ഉണ്ടാവണം. അങ്ങനെയല്ലേ മുൻഗാമികൾ സാലിഹീങ്ങളായി തീർന്നത്. ഇവിടെ ഇറങ്ങിയിരിക്കുന്ന മഹത്തുക്കളടക്കം എത്രയോ മഹാന്മാര് വായില് കേട്ടിട്ട് ദീൻ പഠിച്ചിട്ട് അവരിതാ നല്ല അമലുകൾ ചെയ്തുകൊണ്ട് മുന്നേറുകയാണ്. നമസ്കാരങ്ങൾ ചിട്ടവെക്കുന്നവരായി മാറുകയാണ്. പാതിരാത്രി സമയത്ത് ലോകം മുഴുവനും ഉറങ്ങുന്ന സമയത്ത് വിശുദ്ധമായ ഖുർആൻ ഓതി ഖത്മ് ചൊല്ലുകയാണ്. അള്ളാന്റെ റസൂലിന് വേണ്ടി സ്വലാത്തുകൾ അധികരിപ്പിക്കുകയാണ്. ആ റസൂലുള്ളാന്റെ തിരുസുന്നത്തുകൾ ജീവിതത്തിൽ ഹയാത്താക്കുകയാണ്. തലമുറക്കുന്നവനായി, നഖം മുറിക്കുന്നവനായി, ശരീരത്തിൽ നല്ല വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നവനായി, മോശപ്പെട്ട സംസാരങ്ങൾ ഒഴിവാക്കുന്നവനായി, കുടുംബബന്ധം ചേർക്കുന്നവനായി, അയൽവക്ക ബന്ധം ശാക്തീകരിക്കുന്നവനായി, നാട്ടുകാരും കൂട്ടുകാരും സമൂഹവും സമുദായവുമായിട്ടുള്ള ബന്ധങ്ങൾ പരിപൂർണമായി ബദ്ധശ്രദ്ധ പതിപ്പിക്കുന്നവനായി, അന്യമതത്തിൽപ്പെട്ടവർ പോലുമാകട്ടെ എല്ലാവരോടും സ്നേഹത്തോടുകൂടി പരിപാലത്തോടും നല്ല രീതിയിൽ വർത്തിക്കുന്നവനായി മാറുന്നവനായി യഥാർത്ഥ മനുഷ്യനായി കഴിയുമ്പോഴേ നാളെ നിനക്ക് ഖബറിലും രക്ഷയുള്ളൂ, മഹ്ശറിലും രക്ഷയുള്ളൂ. ആ കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ, നീ ഉൾപ്പെടുത്തണേ അല്ലാ. മരണപ്പെട്ടു പോയ സർവരുടെയും ദറജ ഉയർത്തണേ റബ്ബേ. അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവരുടെ മദദിലാക്കണേ റബ്ബേ. അവരുടെ ഹിഫ്ളിലും ഹിമായത്തിലുമായി ഞങ്ങളെ നീ വഴി നടത്തണേ അല്ലാ. സർവോപരി ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ റബ്ബേ. ഉറക്കെ പറയുന്ന ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ പരമോന്നതമാകുന്ന പദവി അലങ്കരിച്ചപ്പോൾ പോലും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്തത്, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക് വഅല്ലംതനി മിൻ തഅ്വീലിൽ ഹദീസ് ഫാത്തിറസ് സമാവാതി വൽ അർള്. ആകാശഭൂമികളെ സൃഷ്ടിച്ചതാകുന്ന പടച്ച റബ്ബേ, എനിക്ക് നീ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. 40 വർഷത്തോളം എന്നെ എന്റെ കുടുംബം പ്രയാസപ്പെടുത്തി. എന്റെ സഹോദരങ്ങൾ എന്നെ ഒഴിവാക്കി, എന്നെ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിലിട്ടു. അവിടെ നിന്ന് എന്നെ ഉയർത്തിക്കൊണ്ടുവന്ന് ഈജിപ്തിന്റെ പരമോന്നത പദവിയിൽ എന്നെ പിടിച്ചിരുത്തി. മന്ത്രി പദവി എന്റെ കയ്യിൽ നൽകി. സാമ്പത്തികം മുഴുവനും എന്റെ കൈവെള്ളയിലൂടെയാണ് രാജാവ് ഒഴുക്കിയത്. എല്ലാ നിലക്കുമുള്ള സൗഭാഗ്യങ്ങൾ എനിക്ക് തിരിച്ചു തന്ന റബ്ബേ, ഫാത്തിറസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ പടച്ചതാകുന്ന റബ്ബേ, അൻത വലി ഫിദ് ദുനിയാ വൽ ആഖിറ, നീയാണ് എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും സഹായി. അതുകൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, ഒരുപാട് വിഷമങ്ങൾ ജീവിതത്തിൽ നീറുന്ന പ്രശ്നങ്ങൾ മുഴുവനും ഞാൻ നിന്നെ കൊണ്ട് തീർത്തിട്ടുള്ളതാണ്. അധികാരത്തിന്റെ പരമോന്നതയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചതും നീയാണ് റബ്ബേ. അതുകൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു, തവഫനി മുസ്ലിമാ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ. എന്റെ അന്ത്യം നീ നന്നാക്കി തരണേ അല്ലാ. ആരാണ് ചോദിക്കുന്നത്? ചെറുപ്പക്കാരാ, യൂസുഫ് നബി അലൈഹിസ്സലാം. ആരാണ് യൂസുഫ് പഠിച്ചു വെക്കണേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, ഇതൊരു സാധാരണ മനുഷ്യരല്ല യൂസുഫ്, സാലിഹായ മനുഷ്യന്റെ മകനാണ്, സാലിഹായ മനുഷ്യന്റെ മകനാണ്. എത്ര നല്ല മനുഷ്യനെന്നറിയുമോ? സാലിഹായ മനുഷ്യന്റെ മകനാണ് സയ്യിദുനാ യൂസുഫ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മകനാണ്. യാക്കൂബ് നബി ആരുടെ മകനാണ്? ഇസ്ഹാഖിന്റെ മകനാണ്. ഇസ്ഹാഖ് നബി ആരുടെ മകനാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയാ. ഇബ്രാഹിമിന്റെ മകൻ ഇസ്ഹാഖിന്റെ മകൻ യാക്കൂബിന്റെ മകൻ സയ്യിദുനാ യൂസുഫ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. പ്രവാചകന്മാരാണ് കുടുംബം മുഴുവനും. അതുകൊണ്ട് സാധാരണയായി നിങ്ങൾ കരുതരുത്, ഒരു സാധാരണ വ്യക്തിയായി മനസ്സിലാക്കരുത്. ആ പ്രവാചകന്റെ പ്രാർത്ഥനയാണ്, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ. ഈ സദസ്സിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ എല്ലാവരുടെയും ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. അന്ത്യം നീ വിജയിപ്പിക്കണേ അല്ലാ. കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറയടേ, ഹബീബ് മുഹമ്മദ് മുസ്തഫ, മൽഹറുള്ള തമ്മായ ഹബീബ് മുഹമ്മദ് മുസ്തഫ, സാദിഖുൽ മസ്തൂഖായ ഹബീബ് മുഹമ്മദ് മുസ്തഫ. അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുടുചുംബനം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖം ദർശിച്ച് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല ദിവസത്തിൽ, നല്ല സന്ദർഭത്തിൽ, നല്ല സമയത്ത്, നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം നീ നൽകി തുണയ്ക്കണേ അല്ലാ, നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ.